പൊയ്ക്കോ. പോലീസ് ചെക്കിങ്ങാ. കൈ കാണിച്ചാ ഒന്നും പറയണ്ട. നിർത്ത്. ചെല്ല്. ഞാൻ പോയിട്ട് വരാം. ഇതിന്റെ ഇൻഷുറൻസ് ഒന്ന് തീരുവല്ലോടോ? ഇന്ന് മിഡ് നൈറ്റ് വരെ ഉണ്ട് സാർ. നാളെ അടയ്ക്കാം. നാളെ നീ അടയ്ക്കുമെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ ചോദിച്ചാ വല്ല 100-100 കൊടുത്തിട്ട് പോവാൻ നോക്കണം. കൈക്കൂലിയാണോ സാറേ? കളിയാക്കുന്നോടാ പന്ന. ഇന്ന് മിഡ് നൈറ്റ് വരെ ഈ വണ്ടി റോഡിൽ ഓടാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാ കാശ് തരുന്നത്? പോലീസിനോട് തർക്കുത്തരം പറയുന്നോടാ. ആ വരുന്നതേ നമ്മുടെ രാജൻ കോൺട്രാക്ടറുടെ വണ്ടി. അതങ്ങ് കടത്തി വിട്ടേക്ക്. സാർ എടാ നായിന്റെ മോനെ, ഇറങ്ങി വാടാ വെളിയിലോട്ട്. വേണ്ട, ഇത്തരം നെറുകെട്ട കൈ കൊണ്ട് വെക്കരുത് വിശ്വനാഥന് സെലോട്ട്. സാർ അത് പിന്നെ കാക്കിയിട്ടോണ്ട് നടു റോട്ടിൽ പിച്ചെടുത്തും പോരാഞ്ഞിട്ട് ഇത്തരം സ്പിരിറ്റ് മാഫിയകൾക്ക് എസ്കോർട്ടും കൊടുക്കല്ലേ? സാർ ഞാൻ നീയൊക്കെയാ ഈ വച്ചിരിക്കുന്ന തൊപ്പിക്ക് മുകളിൽ ജനങ്ങളെ കൊണ്ട് നാറിയ പോലീസിനെ ലാബിലൊട്ടിച്ചത്. സാർ മേലിൽ ആവർത്തിപ്പിക്കില്ല ഞാൻ. അതിന് ഈ അലങ്കാര വസ്തു ഞാൻ ഇങ്ങോട്ട് എടുക്കാം. എസ് ഐ രാധാകൃഷ്ണൻ, കുറച്ചുനാള് വീട്ടിൽ നിന്ന് പെമ്പർനോത്തിന്റെ കാര്യം നോക്ക്. കൈ വെച്ച് തടയാനേ പറഞ്ഞിട്ടുള്ളൂ, പിച്ചെ എടുക്കാൻ പറഞ്ഞിട്ടില്ല. ഈ വണ്ടി എവിടേക്ക് എടുക്കണ്ടെന്ന് അറിയാലോ? അറിയാം സാർ. എന്നാ ആയിക്കോട്ടെ. അഷ്റഫേ വരുന്നു. സർ, മേ കം ഇൻ? യെസ്, കം ഇൻ. താൻ വന്നോ? സർ, ഷാർപ്പ് 10:30 തന്നെ ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സിറ്റിയിലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവണമല്ലോ. കേരള ജനതയുടെ പാതി ലൈഫ് തീരുന്നത് ട്രാഫിക് ബ്ലോക്കിലല്ലേ? സർ, അവസാനം തിരിച്ചെത്തി പത്മനാഭന്റെ മണ്ണിലേക്ക് അല്ലേ? മുഖത്ത് മീശയുള്ള 10 ആൺകുട്ടികളുടെ കാര്യം മിനിസ്റ്റർ സൂചിപ്പിച്ചപ്പോൾ ഞാൻ ഊഹിച്ചു അതിലൊരാൾ താനായിരിക്കുമെന്ന്. എന്നിട്ടും കഴിഞ്ഞ മിനിസ്റ്ററുടെ കാലത്ത് നല്ല തട്ടായിരുന്നല്ലോ തനിക്കിട്ട്. കാസർകോട്ടെന്ന് കട്ടപ്പനയ്ക്കും, കട്ടപ്പനയെന്ന് കാസർകോട്ടേക്കും. എന്തായിരുന്നു? കട്ടപ്പനയോ കാസർഗോഡോ ഇനി കാണ്ഡഹാറിലേക്കാണെങ്കിലും ഞാൻ റെഡി. പിന്നെ വേണ്ടാന്ന് തോന്നിയ ഇതെപ്പോ ഊരിയെന്ന് ചോദിച്ചാൽ മതി. അല്ല സർ, മൂപ്പരുടെ മനസ്സിലിരിപ്പ് എന്തെങ്കിലും പറഞ്ഞോ നമ്മുടെ മിനിസ്റ്ററുടെ? എന്തായാലും നല്ലതാവാനേ വഴിയുള്ളൂ. വന്ന് ചാർജ് എടുത്താൽ ഉടനെ ചെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓഹോ. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു. ഹലോ അമ്മേ, വാ. ഇതാരാ വന്നിരിക്കുന്നത് നോക്കി. മോനോ, എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. ഞങ്ങളെപ്പോലെ നേരെ ചൊവ്വേ പണിയെടുക്കുന്നവരെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടിരുത്തുന്ന സ്വഭാവം ഈ സർക്കാരിനില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുകല്ലേ. അട്ടെ, സാർ എവിടെ? മോളിലുണ്ട്. പിന്നൊരു കാര്യം, ഇന്ന് ഊണ് കഴിച്ചിട്ട് പോയാ മതി. അയ്യോ, എനിക്ക് പെട്ടെന്ന് പോണോ അമ്മേ. എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാ. ഓഹോ, അപ്പൊ വിശ്വട്ടം പറഞ്ഞാലേ ഞങ്ങൾക്ക് ഇയാളെ കാണാൻ കിട്ടുള്ളൂ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോ ഇവിടെ ജോയിൻ ചെയ്തില്ലേ, എപ്പോ വേണമെങ്കിലും വരാം, കാണാം. അങ്ങനെ ഓസിന് ചാപ്പാടടിക്കാന്നൊരു പോലീസുകാരൻ വിചാരിക്കണ്ട. നീ എന്താ വിചാരിച്ചേ? നിന്റെ കൂടെ പഠിച്ച പഴയ വിശ്വനാഥനാന്നാ? എടാ, ഞാനിവിടുത്തെ ആഭ്യന്തരമന്ത്രിയാ. ആണോ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ആണോ അമ്മേ? പാവം പത്രം വായിക്കാറില്ല. അമ്മേ, ഇവൻ ഊണ് കഴിച്ചിട്ട് പോകുന്നുള്ളൂ, എടുത്തു വെക്കും. ഇരിക്കെ. എന്താടാ? ഞാൻ ആദ്യം നിന്നെ ഒന്ന് സല്യൂട്ട് ചെയ്യട്ടെ. ഇതെന്റെ ഒരു സ്വപ്നമാടാ. പണ്ട് നമ്മള് കോളേജിലെ ചൂളമര ചോട്ടിലിരിക്കുമ്പോ നീ പറയാറില്ലേ നിനക്കൊരു കളക്ടർ ആവണമെന്ന്? അപ്പൊ നീ എന്താ പറയാറ്? പോലീസ് ആവണമെന്ന്. അതെ, വിശ്വത്തിന് സല്യൂട്ട് ചെയ്യുന്ന പോലീസ്. ഇപ്പൊ നീ കളക്ടർ ആയില്ലെങ്കിലും കളക്ടർമാരുടെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ. ഞാൻ ആദ്യം എന്റെ വാക്കൊന്ന് പാലിക്കട്ടെ. ഇരിക്കടാ. കാസർഗോഡ് നല്ല കാലാവസ്ഥയായിരുന്നല്ലോ. എന്തിനാ ഇത്ര പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പൊക്കിയത്? സീരിയസ് ആയിട്ടൊരു വിഷയണ്ടാ. അത് പിന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കണമെന്ന് അറിയില്ല. സെൻട്രൽ ജയിലിൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന കുറച്ച് ക്രിമിനൽസുകളെ കുറിച്ച് ഒരു റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബീഹാറിലും മറ്റും വായിച്ചു കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പം ഇത് വിടും. ശരിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല, എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. നമ്മുടെ ജയിലുകളിൽ നിന്നും ഉന്നതരുടെ അറിവോടും ഒത്താശയോടും കൂടി രാത്രി കാലങ്ങളിൽ പല കൊടും ക്രിമിനൽസും പുറത്തിറങ്ങി നരവേട്ട നടത്തുന്നുണ്ട്. അതിൽ 10 ജീവപര്യന്തം ഒന്നിച്ചനുഭവിക്കാൻ പാകത്തിലുള്ള കുറ്റവാളികളും
വധശിക്ഷ കാത്തു കിടക്കുന്നവരുണ്ടെന്നാണ് അറിവ്. രാത്രിയിൽ പലരുടെയും കൊട്ടേഷൻ സംഘങ്ങളായി പ്രവർത്തിക്കുന്ന ഇവർ സൂര്യനുദിക്കും മുമ്പ് തിരിച്ചു കയറും. പൂട്ടണം, എല്ലാത്തിനും പൂട്ടണം ഇക്ബാൽ. ഇതുപോലെ ഒരു വാക്ക്, ഒരു ഓർഡർ അത് ഒബേ ചെയ്യാൻ കൊതിക്കുന്ന ഒരുപാട് പേരുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ. പക്ഷേ അക്രമികളുടെ പന്തത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നവർക്ക് സല്യൂട്ട് ചെയ്യേണ്ട ഗതികേടാണ് പലർക്കും. ഒരിക്കലും അത്തരമൊരു സല്യൂട്ട് നിനക്ക് എന്റെ മുഖത്തേക്ക് അടിക്കേണ്ടി വരില്ല. നാടിനെ സമാധാനം കെടുത്തുന്ന ഒരുത്തിന് ഇനി സുഖമായി വാഴരുത്. ഗുഡ് മോർണിംഗ് സാർ. എന്തായി പോയ കാര്യം? സാർ, അത് നമ്മൾ അറിഞ്ഞത് ശരിയാണ് സാർ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷേ എന്താ ഒരു പക്ഷേ? പ്രശ്നമാണ് സാർ. അപ്പോൾ അത് ഉടനെ തീർക്കണമല്ലോ. സംഭവത്തിന് നേതൃത്വം കൊടുക്കുന്നത് മിനിസ്റ്റർ നടരാജൻ സാറിൻ്റെ അനിയനാ. വളരെ രഹസ്യമായിട്ടാണ് ഇത് നടത്തുന്നത്. ഹലോ ഹലോ, തന്റെ യൂണിഫോം ഒരിടത്തും വെച്ച് മറന്നിട്ടൊന്നുമില്ലല്ലോ. തൊപ്പി തലയിൽ തന്നെ ഇല്ലേ? താൻ ഐശ്വര്യമായിട്ട് തന്റെ ജോലി ചെയ്യും കമ്മീഷണറെ. സാർ നമുക്ക് പ്രോഗ്രാം ഒന്ന് ലൈവ് ആക്കിയാലോ? പുറകിലുള്ളത് ആരാണെന്ന് അറിയാലോ. സോ വിത്ത് പ്രൂഫ് ജന കാണട്ടെ. താങ്ക് യു സാർ, താങ്ക് യു. ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. ആ, കോഫി എത്തിയല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അനീന, ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്കറിയാം, എനിക്കിട്ട് പണിയാൻ എന്തോ പാരയും പ്ലാൻ ചെയ്തോണ്ടാ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന്. ഒരു പാരയും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ നിന്റെ വുഡ് ബി വകുപ്പ് മന്ത്രിമാരുടെയും മേലധികാരികളുടെയും ഫുട്ബോൾ ആയതുകൊണ്ട് ഈ ബർത്ത്ഡേ പാർട്ടിക്ക് നിന്നെ ഞങ്ങൾക്ക് കിട്ടി. ഒരു ചായയിൽ മാത്രം ഒതുക്കുന്ന നിന്റെ ഈ പിശുക്ക് ട്രീറ്റ്. ഓക്കെ, പരിഹാരം ഉണ്ടാക്കാം. ആദ്യം ഈ ചായ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്യാം. കാമുകന്റെ കണക്ഷൻ കിട്ടുന്നില്ല അല്ലേ? എവിടുന്ന് കിട്ടാൻ? മസിൽ പിടുത്തം കൂടിപ്പോയതുകൊണ്ട് റേഞ്ച് പോലും കിട്ടാത്ത സ്ഥലത്തേക്കല്ലേ തട്ടിയിരിക്കുന്നത്. ഓടി. ഹായ് ഇക്കു, നീ ഇതെവിടെയാ? ഒരു മിനിറ്റ്, ഞാൻ എന്തുമാത്രം ട്രൈ ചെയ്തെന്നറിയോ നിന്നെ ഒന്ന് ലൈനിൽ കിട്ടാൻ. ഇന്നത്തെ ദിവസം നീ മറന്നോ? നീ മറന്നാലും ഞാൻ മറക്കൂടി. ദാ ഞാൻ നിന്റെ തൊട്ടടുത്തുണ്ട്. എടാ, അടുത്ത വെള്ളിയാഴ്ച വരുവുള്ളൂ പറഞ്ഞിട്ട്. എടാ ബുദ്ധുസേ, വെറുതെ എന്നോട് കള്ളം. ഞാൻ സിറ്റിയിലുണ്ടടി. എടി, ഞാൻ ഇന്ന് രാവിലെ ചാർജ് എടുത്തു. എവിടെയാ നീ? എനിക്ക് ഇപ്പം കാണണം നിന്നെ. പിന്നെ അങ്ങനെ തോന്നുമ്പോഴൊക്കെ കാണാൻ നിനക്കങ്ങ് പതിച്ചു തന്നിരിക്കുകയല്ലേ ഇക്ബാൽ IPS. എന്നാ നിന്റെ പണിയൊക്കെ കഴിഞ്ഞ് നീ ഫ്രീ ആവുമ്പോ വിളിക്കും. ഓക്കെ. ആ പിന്നെ നിനക്ക് ഞാൻ ഒരു ഉഗ്രം ബർത്ത്ഡേ ഗിഫ്റ്റ് തരാം. എന്താ നീ കൊണ്ടുവന്നിരിക്കുന്നത്? ആ, നീ ക്യാമറ നോക്കി ഞാൻ പറയുന്ന സ്ഥലത്ത് വാ. നിന്റെ ചാനലിന് ഒരു ഹോട്ട് എക്സ്ക്ലൂസീവ് സ്കൂപ്പ് പോരെ? ഓക്കേടാ. സോറി മക്കിൾസ്, ഇനി ഒരു നിമിഷം പോലും നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ എനിക്കാവില്ല. എ സ്പെഷ്യൽ ബർത്ത്ഡേ ഗിഫ്റ്റ് അത് സ്വീകരിക്കാനായി ഞാൻ എന്റെ ഇക്കുവിന്റെ അരികിലേക്ക് പോകുകയായി. അപ്പൊ ഓക്കെ, ബൈ.